ഉത്സവ സമിതി വൈകുണ്ഠാമൃതം 2025 എന്ന പേരിൽ നടത്തുന്ന ഈ മഹത്തായ നാരായണീയ സാഗരത്തിൽ അലിഞ്ഞു ചേരാൻ വന്ന വിദ്യാസാഗറാണ് ഞാൻ. വിശ്വ ആയുരാരോഗ്യ സൗഖ്യ പ്രാർത്ഥനയും ലോക മാനസികാരോഗ്യ ദിനമൊക്കെ വരികയാണ്. ഒരു ഭക്തൻ തൻ്റെ കഴിവിനനുസരിച്ചുള്ള സമർപ്പണമാണ് തൻ്റെ ഇഷ്ടദേവതയ്ക്ക് ചെയ്യാറുള്ളത്. അതാണ് ചെയ്യേണ്ടത്. അത്തരത്തിൽ ഓരോരുത്തരും ഓരോന്നും. ഗുരുവായൂരപ്പന് 10 പവൻ്റെ മാല കൊടുക്കാൻ കഴിവുള്ളവരുണ്ടാവാം, 10 കോടി കൊടുക്കാൻ കഴിവുള്ളവരുണ്ടാവാം, ഒരു പുഷ്പം മാത്രം സമർപ്പിക്കാൻ കഴിവുള്ളവരുണ്ടാവാം. പത്രം പുഷ്പം ഫലം തോയം. ഗീതയിൽ ഭഗവാൻ വ്യക്തമാക്കിയിരിക്കുകയാണ്, ഒരിലയോ ഒരു പൂവോ ഒരിറ്റു വെള്ളമോ തന്നാലും ഭക്തിയോടുകൂടി സമർപ്പിക്കപ്പെടുന്ന സമർപ്പണം ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കും എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഗീതയിൽ. ഓരോരുത്തരും അവരുടെ ഭക്തിയുടെ തലത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ അവരുടെ കഴിവിൻ്റെ തലത്തിൽ നിന്നാണ് ഭഗവാന് സമർപ്പണം ചെയ്യുന്നത്. ഇവിടെ കുറേ അമ്മമാർ ദൂരങ്ങളിൽ നിന്ന് വന്ന് അവരുടെ ഭക്തിയുടെ സമർപ്പണമായിക്കൊണ്ട് പാരായണം നിർവഹിച്ചു. അനേകം ഭക്തജനങ്ങൾ പാരായണം നിർവഹിച്ചു. നാം മനസ്സിലാക്കേണ്ടത്, മനുഷ്യൻ്റെ ശരീരത്തിന് പരിമിതിയുണ്ട്. മനുഷ്യൻ്റെ ശരീരത്തിന് ദീർഘായുസ്സിനു വേണ്ടി പ്രാർത്ഥിച്ചാലും ആയുരാരോഗ്യ സൗഖ്യം പ്രാർത്ഥിച്ച മേൽപ്പത്തൂർ പോലും ദേഹം വെടിയേണ്ടി വന്നു. ശരീരമെന്നത് ശാശ്വതമല്ല. മേൽപ്പത്തൂരിനെ സംബന്ധിച്ച് അദ്ദേഹം കേരളം കണ്ട ഏറ്റവും വലിയ 10 സംസ്കൃത പണ്ഡിതന്മാരെടുക്കുക. കേരളം കണ്ട ഏറ്റവും വലിയ ഒരു 10 സംസ്കൃത പണ്ഡിതന്മാരെടുക്കുക എക്കാലത്തെയും. അതിൽ ഒരാളാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി. മഹാകവി മാത്രമല്ല, മഹാപണ്ഡിതനും കൂടിയാണ്. പാണ്ഡിത്യമുള്ള ഒരു വ്യക്തിക്ക് അസുഖം വന്നാൽ അവൻ അത്രയധികം വലിയ സാമ്പത്തിക ശക്തി ഇല്ലാത്തവനാണെങ്കിൽ എന്താണ് തൻ്റെ ഇഷ്ടദേവന് സമർപ്പിക്കുക? പാണ്ഡിത്യം തന്നെ സമർപ്പിക്കണം. ഇങ്ങനെ ശ്ലോകരൂപേണ, കാവ്യരൂപേണ, അല്ലെങ്കിൽ കഥാരൂപേണ എന്താണോ തനിക്ക് തൻ്റെ ഇഷ്ടദേവതയ്ക്ക് സമർപ്പിക്കാനാവുന്നത് അത് സമർപ്പിച്ചാൽ ഭഗവാൻ സ്വീകരിക്കുമെന്ന ബോധ്യത്തിലായിരിക്കണം. വാതരോഗ ശമനത്തിനായിക്കൊണ്ട് ഗുരുവായൂരപ്പന് തൻ്റെ കവിത്വശക്തിയെ പൂർണ്ണമായും സമർപ്പിച്ചു. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം എന്ന് തുടങ്ങിയിട്ട് ഭാഗവതത്തിൽ വർണ്ണിച്ചിട്ടുള്ള ഭഗവാന്റെ ലീലകളെ ഒന്നടങ്കം ചുരുക്കി വിവരിച്ചിരിക്കുകയാണ് നാരായണീയത്തിൽ. നാരായണീയത്തിൽ കവിയുടെ ചില സ്വാതന്ത്ര്യങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിലും മൂല ശ്ലോകങ്ങൾ പിൻപറ്റിയിരിക്കുന്നത് ശ്രീമദ് ഭാഗവതത്തിൽ തന്നെയാണ്. അപ്രകാരം ഭഗവാന്റെ ഭക്തനായ കവിക്ക് അസുഖം വരുമ്പോൾ ഭക്തിയെ കാണിക്കാൻ വേണ്ടി താൻ എന്തു കൊടുക്കണം? അത് തൻ്റെ ഭാഷയെ കൊടുക്കണം. ഭാരതിയെ തന്നെ കൊടുത്തു. സംസ്കൃതത്തിൻ്റെ മറ്റൊരു പേരാണ് ഭാരതി. ആ ഭാരതിയെ തന്നെ സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാന് സമർപ്പിച്ചതാണ് ഇന്ന് നാം കാണുന്ന നാരായണീയമെന്ന ഉത്തമമായ ഈ ശ്ലോക സഞ്ചയം. മേൽപ്പത്തൂരിനെ സംബന്ധിച്ച് ഇത് കാമ്യഭക്തിയാണ്. ഗുരുവായൂരപ്പനോട് നിഷ്കാമഭക്തി ഉണ്ടായിരുന്ന പൂന്താനത്തിനെ പോലെ ആയിരുന്നില്ല മേൽപ്പത്തൂരിൻ്റെത് കാമ്യഭക്തിയാണ്. എന്തുകൊണ്ട് കാമ്യഭക്തിയാണ്? തനിക്ക് വന്നുപെട്ട രോഗത്തിൽ നിന്നും മുക്തി നേടാൻ വേണ്ടി ഒരു കാമന വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചിരിക്കുകയാണ്. പക്ഷേ നമ്മൾ ചിന്തിക്കാത്ത വിധം ചില തിരക്കഥകൾ ഭഗവാൻ രചിക്കും. മേൽപ്പത്തൂർ എഴുതിയ കവിതയ്ക്ക് അല്ലെങ്കിൽ കാവ്യത്തിന്, നാരായണീയത്തിന് അനന്തകാലത്തേക്കുള്ള പ്രശസ്തി ലഭിച്ചു. കവിയുടെ മരണത്തോടുകൂടി കവിത മരിക്കുന്നില്ല. കാളിദാസനെ പോലെയുള്ള മഹാകവികൾ ജനിച്ചു ജീവിച്ചു മരിച്ചവരെങ്കിലും അവരുടെ കാവ്യപ്രതിഷ്ഠ ചിരപ്രതിഷ്ഠയാണ്. ഈശ്വരനാമം എത്ര കാലമുണ്ടോ അത്രയും കാലവും നാരായണീയത്തിൻ്റെ നാമവും ഈ പ്രപഞ്ചത്തിലുണ്ടായിരിക്കും. നാരായണീയം മാത്രമല്ല, അപ്രകാരമുള്ള വാൽമീകിയുടെ രാമായണം, വ്യാസാചാര്യരുടെ മഹാഭാരതം, ഋഷിമാരുടെ ശുദ്ധസങ്കല്പത്തിൽ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളെല്ലാം ഭക്തമനസ്സുകളിൽ ചിരപ്രതിഷ്ഠയുള്ളതാണ്. അപ്രകാരം ചിരപ്രതിഷ്ഠയുള്ള നാരായണീയത്തെ പാരായണം ചെയ്യുവാൻ ഈ 21-ാം നൂറ്റാണ്ടിലും ഇത്രയധികം ഭക്തന്മാർ വന്നു ചേരുന്നത് അത്ഭുതമാണ്. കാരണം
ഭഗവാൻ അനുഗ്രഹിച്ചതിൻ്റെ പേരിലാണ് ഇത്രയും പേരും ഇവിടെ വന്നെത്തിയിരിക്കുന്നത്. ഇന്ന് ഞാൻ മാത്രമല്ല, മറ്റു പലരും പ്രഭാഷണം നടത്താനുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 3 മണിക്ക് ഞാൻ തന്നെയാണ്, കുഴപ്പമില്ല, സമയം തെറ്റി വന്നില്ല എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പം ഏതായാലും ഞാൻ ഭഗവാനെ തൊഴുതു. അവിടുത്തെ കൃപ കൊണ്ട് ഭഗവാനെ ദർശിക്കാൻ സാധിച്ചു, അവിടുത്തെ പ്രസാദം കഴിക്കാൻ സാധിച്ചു. ഇനി അല്പനേരം ഉച്ചതിരിഞ്ഞ്, ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഉച്ചതിരിഞ്ഞ് കെമിസ്ട്രി പോലത്തെ ക്ലാസ്സൊക്കെ ആണെച്ചാൽ ഉറക്കം വരും. ഉച്ചതിരിഞ്ഞ് എന്നോട് പറഞ്ഞ ഈ വിഷയം നാരായണീയം വേദാന്ത സാരമാണെന്നാണ്. വേദാന്തം കേട്ടാൽ തന്നെ ശരീരബോധമുള്ള സാധാരണ ജനങ്ങൾക്ക് ഉറക്കം വരും. അപ്പോൾ എന്താ ചെയ്യുക എന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ വളരെ ശുദ്ധ വേദാന്തം പറഞ്ഞ് അന്വയ വ്യതിരേക രൂപമായി നിങ്ങളെ ഉപദ്രവിക്കേണ്ട, പകരം ഗുരുവായൂരപ്പനെയും ഭക്തജനങ്ങളെയും സനാതനധർമ്മത്തെയും തൊട്ടുകൊണ്ട് വേദാന്ത സാരമായിരിക്കുന്ന എങ്ങനെ ഈ മേൽപ്പത്തൂരിൻ്റെ കൃതി എന്ന് പറഞ്ഞു പോവാം എന്നാണ് കരുതുന്നത്. മാത്രവുമല്ല, പല ആളുകളും പ്രസാദം ഇട്ട് കഴിച്ചവരായിരിക്കാം, കഴിക്കാത്തവരും ഉണ്ടാവാം. വിശന്നവൻ്റെ ശാപവും ഉറങ്ങാൻ പോകുന്നവൻ്റെ ശാപവും ഏൽക്കരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഉണ്ടവർക്ക് ഉറങ്ങണം, ഉണ്ണാത്തവർക്ക് എത്രയും പെട്ടെന്ന് ഉണ്ണണം എന്നുള്ള 2 കാമനകളുള്ളതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം ചിലപ്പം പലരുടെ ഉള്ളിലേക്ക് പോവില്ല. എങ്കിലും ആദ്യത്തെ പദ്യം തന്നെ സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാനാം. സംസ്കൃതത്തിൽ വിരോധാഭാസം എന്നൊരു അലങ്കാരമുണ്ട്. വിരോധാഭാസം എന്നുവെച്ചാൽ ഒരു 2 കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ വിരുദ്ധമായ ആശയങ്ങൾ കടന്നുകൂടുക, അതിനെയാണ് വിരോധാഭാസം എന്ന് പറയുക. അപ്രകാരം വിരോധാഭാസമുള്ള ഒരു ശ്ലോകമാണ് നാരായണീയത്തിലെ 1-ാമത്തെ ശ്ലോകം. എന്തുകൊണ്ടാണിത് വിരോധാഭാസം അയച്ചാൽ, ഭഗവാൻ എപ്പോഴും നിത്യമുക്തനാണ് എന്ന് പറയുകയും എല്ലായിടത്തും ഉള്ളവനാണെന്ന് പറയുകയും ഭഗവാന് പ്രത്യേകിച്ചൊരു ആലയമില്ലെന്ന് പറയുകയും എല്ലാ ആലയങ്ങളും ഭഗവാൻ്റെതാണെന്ന് പറയുകയും ചെയ്തിട്ട്, അതാണ് കാലദേശാവധിഭ്യാം, കാലം കൊണ്ടോ ദേശം കൊണ്ടോ ഉള്ള അതിർവരമ്പുകളെല്ലാം ലംഘിച്ച് നിൽക്കുന്നവനാണ്. ഗുരുവായൂരപ്പൻ എന്ന് നമ്മളിന്ന് വിളിക്കുന്നയാൾ ദേവകീപുത്രനാണ്. ദേവകിക്കും വസുദേവർക്കുണ്ടായ പുത്രൻ ഒരു കാലയളവിൽ ഭൂമി സന്ദർശിച്ച ഒരു മഹാപുരുഷനാണെന്നെടുത്താൽ പോലും അവിടെ കാലത്തിനും ദേശത്തിനും അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിച്ചവനാണ്. എന്നാൽ അതേ ഗുരുവായൂരപ്പനെ മേൽപ്പത്തൂർ സ്തുതിക്കുന്നത് കാലദേശാവധിഭ്യാം നിർമുക്തം, കാലം ദേശം തുടങ്ങിയ എല്ലാ തരത്തിലുള്ള അതിർവരമ്പുകളിൽ നിന്നും പൂർണ്ണമായും മുക്തനായിരിക്കുന്ന ഭഗവാൻ. അതിൻ്റെ കാലം കൊണ്ടോ ദേശം കൊണ്ടോ അളക്കാനോ നിയന്ത്രിച്ച് നിർത്താനോ തടകെട്ടി നിർത്താനോ പറ്റാത്ത മഹിമാവുള്ള അനന്ത ശക്തിസ്വരൂപനായ നാരായണൻ. ആ നാരായണനെയാണ് ആദ്യം സ്തുതിക്കുക. എന്നാൽ അതേ നാരായണനെ പറ്റി അതേ ശ്ലോകത്തിൽ അവസാനം പറയുകയാണ്, ഇത്തരത്തിലുള്ള ഈ പരബ്രഹ്മതത്വം, പരമാർത്ഥസ്വരൂപമായിരിക്കുന്ന ഈ തത്വം ഗുരുപവനപുരേ, ഗുരുവായൂരിൽ സാക്ഷാത് പ്രത്യക്ഷമായിട്ട് കണ്ണിന് കാണാവുന്നൊരു ഭാതി ജ്വലിച്ച് പ്രകാശിച്ച് നിൽക്കുന്നു. ഓ, ഇത് ജനങ്ങളുടെ ഭാഗ്യമാണ്, യോഗമാണ്. ഹന്ത ഭാഗ്യം ജനാനാം. ഇതെന്തൊരു ആഭാസമാണ്, വിരോധാഭാസം എന്നതിന് പറയാം ഈ അലങ്കാരം. എങ്ങനെ ഈ കവിക്ക് ഇത് വന്നു? കവി ബൗദ്ധികമായി ആലോചിച്ചെഴുതിയതല്ല, മറിച്ച് ഭഗവാൻ തോന്നിച്ചതാവാനാണ് സാധ്യത. കാരണം വാതരോഗത്തിൻ്റെ കലശലായ ദുഃഖത്തിലിരിക്കുന്ന കവിക്ക് തൻ്റെ പാണ്ഡിത്യം പ്രദർശിപ്പിക്കുന്നതിലുപരി ഭഗവാനോടുള്ള ഭക്തി കാണിക്കുവാനുള്ള അവസരമായിട്ടാണ് നാരായണീയം എഴുതപ്പെട്ടത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ആഭാസത്വേ വിരോധസ്യ വിരോധാഭാസ ഇഷ്യത്തെ എന്നാണ്. അതായത് ഒരു കാര്യം ഒരർത്ഥം പറഞ്ഞു വരികയാണ്, അടുത്ത അർത്ഥത്തോട് ഘടിപ്പിക്കാൻ പറ്റാത്ത വിധത്തിൽ വിരുദ്ധമായ മറ്റൊരർത്ഥം പറഞ്ഞു പോവുക. അങ്ങനെ ഒരു വിരോധാഭാസം നാരായണീയത്തിൻ്റെ ആദ്യത്തെ ശ്ലോകത്തിൽ കാണാം. ആ വിരോധാഭാസം എന്താണ്? നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസമാന, സകലമാന വേദങ്ങളുടെയും ഉപനിഷത്തുക്കളുടെയും എല്ലാം ഉള്ളിൽ ജ്യോതിഷായി വർത്തിക്കുന്ന പരമേശ്വരൻ, പരമാത്മാവ്.
ആ പരമാത്മാവാകട്ടെ കാലദേശാവധിഭ്യാം നിർമുക്തം. കാലം ദേശം തുടങ്ങിയ പരിഗണനകൾക്കെല്ലാം അപ്പുറത്ത് നിൽക്കുന്ന അനന്ത ജ്യോതിസാണ്. ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്, ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേർജുന തിഷ്ഠതി. അർജുന, ഈശ്വരൻ സകല ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്നു. ഹൃദയം എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ഹൃത്ത് എന്ന് വെച്ചാൽ കേന്ദ്രം എന്നാണ് അർത്ഥം. ഒരു മനുഷ്യൻ്റെ ബോധ കേന്ദ്രം. ഇപ്പം ഞാൻ വിദ്യാസാഗർ എന്ന് പറയണം, ചില ആൾ പറയും ഞാൻ നാരായണൻ, ഞാൻ ഗോവിന്ദൻ, ഇങ്ങനെ പല പേര് പറയുമ്പോഴൊക്കെ നെഞ്ചത്ത് തൊട്ടിട്ടാണ് പറയണത്. അപ്പോൾ എല്ലാവരുടെയും ഉള്ളിലൊരു ചിന്തയുണ്ട്, അവൻ്റെ ഈശ്വരൻ, അവൻ്റെ ഉണ്മ, അവനായിരിക്കുന്ന ബോധം ഹൃദയത്തിലാണെന്ന് അറിയാതെ ഹൃദയത്തിൽ തൊട്ടാണ് എല്ലാവരും പറയുക. രമണ ഭഗവാനെ പോലുള്ള മഹാപുരുഷന്മാർ പറയുന്നത് വലത്തോട്ടു മാറിയ ആധ്യാത്മഹൃദയം. ഒരു മനുഷ്യൻ്റെ രക്തസഞ്ചയമായിരിക്കുന്ന, രക്താശയമായിരിക്കുന്ന ഹൃദയമല്ല. അധ്യാത്മഹൃദയം എന്ന് പറയുന്നത് വികാരങ്ങളുടെ ഇരിപ്പിടമാണ്. ആ അധ്യാത്മഹൃദയമാകട്ടെ മനുഷ്യൻ്റെ ഇടനെഞ്ചിലല്ല, വലം നെഞ്ചിലാണ്. അപ്പം അറിയാതെ, അതുകൊണ്ടാണ് മനുഷ്യൻ ഫിസിക്കൽ ഹാർട്ട് ഇടത് ഭാഗത്തായിട്ട് പോലും ആളുകൾ ഇടത്ത് തൊട്ടിട്ടല്ല ഞാൻ വിദ്യാസാഗർ എന്ന് പറയുക, അറിയാതെ വലത്ത് തൊട്ടിട്ടാണ് പറയുക. എന്നോടാണോ കളിക്കണേ, ഞാൻ ആരാന്നറിയാമോ എന്നൊക്കെ അഹന്ത പറയുമ്പോഴൊക്കെ ആ അഹം എന്ന സ്വരൂപം ഹൃദയത്തിലിരിക്കുന്നു. അത് വലത്തെ ഹൃദയമാണ്, അധ്യാത്മഹൃദയമാണെന്ന ബോധ്യം ഏതൊരു ജാതിക്കാരനും, ഏതൊരു മതക്കാരനും, ഏതൊരു ദേശക്കാരനുമുണ്ട്. ഒരു അധ്യാത്മശാസ്ത്രവും പഠിക്കാതെയുമുണ്ട്. അപ്പോൾ ഒരു അധ്യാത്മശാസ്ത്രവും പഠിക്കാതെയും ഇവിധം നമ്മളെല്ലാം ഓൾറെഡി വേദാന്തികളാണ്. വി ആർ ഓൾ നാച്ചുറൽ വേദാന്തീസ്. നമ്മളെല്ലാം സ്വാഭാവികീ വേദാന്തികളാണ്. ഒരു തരത്തിലും പഠിച്ചില്ലെങ്കിലും എല്ലാവർക്കും അറിയാം ഇവിടെ എന്തോ വിശേഷമുണ്ട്. അതുകൊണ്ട് തൊടുമ്പോൾ പേര് പറയുമ്പോൾ തന്നെപ്പറ്റിയുള്ള അഹന്തയെ പുറത്ത് പറയുമ്പോഴൊക്കെ വലം നെഞ്ചിൽ തൊട്ടു പറയുക എല്ലാ ജീവികൾക്കും ഒരുപോലെയാണ്. ഇതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഭഗവാൻ രമണ മഹർഷി എഴുതിയത് ഹൃദികുഹരമധ്യേ കേവലം ബ്രഹ്മമാത്രം അഹമഹമിതി സാക്ഷാത് ആത്മരൂപേണ ഭാതി ഹൃദിവിശ മനസാ ചിന്വതാമജ്ജതാവ പവന ചലനരോധാത് ആത്മനിഷ്ഠോ ഭവത്വം. ഹൃദികുഹരമധ്യേ, ഹൃദയഗുഹയ്ക്കകത്ത് കേവലം ബ്രഹ്മമാത്രം കാലദേശാവധിഭ്യാം നിർമുക്തം. കാലദേശ പരിഗണനകളോ, ഞാൻ ഇന്നാരുടെ മകനെന്നോ, ഞാൻ ഇന്ന ആഫീസറാണെന്നോ, ഞാൻ ഇന്ന രീതിയിൽ ഇന്ന ജാതിക്കാരനാണെന്നോ എന്ന മേന്മ പറച്ചിലൊന്നുമില്ലാതെ, വലുപ്പ ചെറുപ്പമില്ലാതെ, ഞാൻ എവിടെ ഇരിക്കുന്നു, ഞാൻ ആരുടെ മകനാണ്, ഞാൻ ആരോട് അപേക്ഷിക്കപ്പെട്ടവനാണ്, ഒന്നും ചിന്തിക്കാതെ എല്ലാവരുടെയും ഉള്ളിൽ ആത്മജ്യോതിസ് ഗുരുവായൂരിൽ എപ്രകാരം ഭഗവാൻ വിളങ്ങുന്നു അതുപോലെ വിളങ്ങുന്നു. ഈ ഭാതി എന്ന ശബ്ദം പറഞ്ഞിരിക്കുന്നു. ഭാതി അത് നിരന്തരം വിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിരന്തരമായി വിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഒന്ന് ഭൂമി എന്ന പരിമിതിയുള്ളൊരു ഗ്രഹത്തിലിരിക്കുമോ? ഇത് വലിയൊരു കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യമാണ്. മറ്റു മതങ്ങളിലെ ദൈവസങ്കല്പവും നമ്മുടെ ഈശ്വര സങ്കല്പവും തമ്മിലുള്ള മൗലികമായ വ്യത്യാസവും ഇവിടെയാണ്. അവർ ചോദിക്കും നമ്മളോട്, ദേവകിയുടെ മകനായിട്ട് കൃഷ്ണൻ ജനിച്ചു, വസുദേവരുടെ പുത്രനാണ്, യശോദാമ്മ വളർത്തി താരാട്ടുപാടി വളർത്തിക്കൊണ്ടുവന്നു, അർജുനൻ്റെ സുഹൃത്താണ്. ഇങ്ങനെ പല വേഷം കെട്ടിയ ഒരു മനുഷ്യന് എങ്ങനെ ജഗത്തിനെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിച്ച് പോറ്റി സംഹരിക്കുന്ന ശക്തിയായി തീരാൻ കഴിയും? ഇത് പ്രഹേളികയാണ്. സൃഷ്ടികർत्री ബ്രഹ്മരൂപ ഗോപ്ത്രീ ഗോവിന്ദരൂപിണി സംഹാരിണി രുദ്രരൂപ തിരോധാനഗരീശ്വരി സദാശിവ അനുഗ്രഹദ പഞ്ചകൃത്യപരായണ. ദേവിയെപ്പറ്റി പറയുന്ന അതേ കാര്യങ്ങൾ ഇവിടെ ഭഗവാനും സമം ചാർത്താവുന്നതാണ്. നമ്മുടെ ഈശ്വരൻ ഭൂമിയിൽ അവതരിക്കുമോ? അവതരിക്കും എന്നാണ് അറിവുള്ളവർ പറയണത്. നാരായണൻ സപ്തദ്വീപ മേദിനി, ഈ മേദിനിയെ സൃഷ്ടിച്ചിവിധമാക്കി സകല ജഗത്തിനും ആധാരഭൂതനായി നിൽക്കുന്ന ആദിനാരായണൻ ദേവകിയുടെയും വസുദേവരുടെയും പുത്രനായിട്ട് ലോക ജിഗിർക്ഷയാ, ലോകത്തിന് ഉപദേശം നൽകാൻ വേണ്ടി അവതരിച്ചു എന്നാണ് ജഗദ്ഗുരു ആദിശങ്കര ഭഗവത് പാദാചാര്യർ പറയണത്. അപ്പോൾ ചോദ്യം, ശിവൻ്റെ അവതാരമാണോ വിഷ്ണുവിൻ്റെ അവതാരമാണോ? അങ്ങനെയില്ല, ഈശ്വരാവതാരം.
സകല ജഗത്തിനെയും സൃഷ്ടിസ്ഥിതി സംഹാര തിരോധാന അനുഗ്രഹാദികളിലൂടെ ലീലയാ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പരമശക്തിയെ ശിവനെന്നോ നാരായണനെന്നോ വിളിച്ചാൽ ഒരു വിരോധവുമില്ല. അതിനെ ശക്തിയെന്നോ ലളിതാംബികയെന്നോ വിളിക്കാം, തെറ്റില്ല. ഏത് നാമവും അവിടത്തേക്ക് ചേരും. അപ്രകാരം ദേവകിയുടെ പുത്രനായി ലോകത്തെ പഠിപ്പിക്കാനായിക്കൊണ്ട്, എങ്ങനെ? അർജുനനെ നിമിത്തമാക്കിക്കൊണ്ട് ലോകത്തെ പഠിപ്പിക്കാൻ വേണ്ടി അവതരിച്ചു എന്ന് തന്നെയാണ്. അത് സാക്ഷാൽ ആദിനാരായണാവതാരമാണ്, ജഗത്തിൻ്റെ അധിഷ്ഠാനാവതാരമാണ്. അതുകൊണ്ടാണ് എൻ്റെ ഗുരുവായ അമ്മ ഒരിക്കൽ പറഞ്ഞു, ജഗദ്ഗുരുവായ അമ്മ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി പറഞ്ഞു, മറ്റവതാരങ്ങൾ കടലിലെ തിരകളാണെങ്കിൽ ശ്രീകൃഷ്ണൻ കടൽ തന്നെയാണ്. ഈശ്വരൻ്റെ മറ്റവതാരങ്ങൾ കടലിലെ തിരമാലകളാണെങ്കിൽ ശ്രീകൃഷ്ണൻ ആ കടൽ തന്നെയാണ്. ആനന്ദക്കടലാണ് ഭഗവാൻ. അതുകൊണ്ടായിരിക്കാം മേൽപ്പത്തൂർ സാന്ദ്രാനന്ദാവബോധാത്മകം, അനുപമിതം എന്ന് പറയാൻ കാരണം. ഇത് ഈ സാന്ദ്രം എന്ന ശബ്ദത്തിന് ഇടതടവില്ലാത്തത്, കെട്ടുറപ്പുള്ളത്, കൂടിച്ചേർന്നത് എന്നൊക്കെ അർത്ഥം പറയാം, അഖണ്ഡമായതെന്നൊക്കെ പറയാം. പക്ഷേ ഭഗവാന്റെ പരമഭക്തനും ഭാഗവതോത്തമനും വേദപണ്ഡിതനുമായിരുന്ന ഓട്ടൂർ ഉണ്ണിനമ്പൂരിപ്പാട് ശ്രീകൃഷ്ണനെ പറ്റി പറഞ്ഞതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നിർവചനം. ഒരിക്കൽ അദ്ദേഹം ഭാഗവതം പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കെ പറഞ്ഞു, ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുക? ബ്രഹ്മക്കട്ട. ബ്രഹ്മം തന്നെ സാന്ദ്രീഭവിച്ച ഘനീഭവിച്ചവൻ കൃഷ്ണൻ. അതുകൊണ്ട് ഈ കൃഷ്ണൻ നിങ്ങളെ അനുഗ്രഹിക്കുകയും രക്ഷിക്കുകയും ചെയ്യുമെന്ന രീതിയിലല്ല പ്രാർത്ഥിക്കേണ്ടത്. എന്തൊന്നിലാണോ എൻ്റെ മനസ്സുടക്കി നിൽക്കുന്നത്, എന്തൊന്നിൽ നിന്നാണോ എനിക്ക് വേദന ഉളവാകുന്നത്, അതിൽ നിന്ന് എനിക്ക് മോക്ഷം സാധ്യമാക്കണേ എന്ന് പ്രാർത്ഥിക്കണം. ഒരമ്മ നിത്യവും ഭാഗവതം വായിക്കുന്ന അമ്മയാണ്. എൻ്റെ അടുത്തൊന്ന് പറഞ്ഞു, മകൻ UK പോയിട്ട് 7 വർഷമായി, വല്ലപ്പോഴും വിളിച്ചാലായി. വിളിക്കണമെങ്കിൽ ഇവിടെ ഇരുന്നൊരു ഗുരുവായൂരപ്പാ ഗുരുവായൂരപ്പാ എന്ന് കരയണം. അപ്പോൾ വല്ലപ്പോഴും വിളിക്കുള്ളൂ. അപ്പോൾ അമ്മയ്ക്ക് മനോവേദന സഹിക്കുക വയ്യാതെ ഒരിക്കൽ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, എന്താ അപ്പോൾ ഒരു കാര്യം ചെയ്യുക, എങ്ങനെയാണ് എനിക്ക് എൻ്റെ മകനെ തിരിച്ചു കിട്ടുക? അയാൾ അവിടെ ഒരു വിവാഹം ചെയ്തു എന്നാണ് ഞാൻ അറിയണേ എന്നൊക്കെ അവരെന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മ അദ്ദേഹം നാളെ തിരിച്ചു വിളിച്ചേക്കാം, പക്ഷേ വിളിച്ചാലും ഇല്ലെങ്കിലും അദ്ദേഹം അമ്മയുടെ മകനാണെന്ന ചിന്തയാണ് അമ്മയെ വേദനിപ്പിക്കുന്നത്. ആ മൗലികമായ ബന്ധമാണ് അമ്മയിൽ വേദന ഉളവാക്കുന്നത്. അപ്പോൾ അമ്മമാർക്ക് പെറ്റ മക്കളോടുള്ള ബന്ധം മാറില്ല. അതുകൊണ്ട് തന്നെ അവർ വിളിച്ചില്ലെങ്കിൽ വേദന, അവരെ കണ്ടില്ലെങ്കിൽ വേദന സ്വാഭാവികമാണ്. ഇങ്ങനെ ഓരോ മനുഷ്യനും അവന് ബന്ധമുള്ള 1 or 2 വ്യക്തികളിലോ വസ്തുക്കളിലോ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. സ്വന്തം പ്ലേറ്റിനോട് മമത, സ്വന്തം ചെരുപ്പിനോട് മമത. ഗുരുവായൂരപ്പനെ കാണാൻ പോകുമ്പോൾ ചെരുപ്പ് എവിടെയെന്ന് ആദ്യത്തെ ചോദ്യം എല്ലാ മനുഷ്യരും ചിന്തിക്കുക. കാറിൽ നിന്ന് ഇറങ്ങുമ്പോഴാണെന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ ചെരുപ്പ് എവിടെ വയ്ക്കുക. എല്ലാറ്റിലും ഏറ്റവും ബന്ധം ചെരുപ്പിനോട്, കൈവളയോട്, കാൽ തളയോട്, ഇങ്ങനെ ബന്ധമാണ്. അപ്പോൾ അമ്മയ്ക്ക് മകനോടുള്ള സ്നേഹം കാരണം എന്നോട് അവർ പറഞ്ഞു, എങ്ങനെ ഞാനിപ്പോൾ എന്താ ചെയ്യുക, ഗുരുവായൂരപ്പാന്ന് എന്നും വിളിക്കുന്നുണ്ട്, എന്താ ചെയ്യണമെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞു, ഗുരുവായൂരപ്പൻ തന്നെയാണ് ഈ അസുലഭമായ അവസരം ഒരുക്കിയിരിക്കുന്നത്. പുത്രൻ്റെ ശോകം, പുത്രശോകം, പുത്രവിയോഗത്താൽ ഉണ്ടാകുന്ന ശോകം വളരെ വലുതാണ്, അത് സഹിക്കാൻ സാധിക്കില്ല. ഒരിക്കൽ കേരളത്തിലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച കവി എന്ന് വിളിക്കാവുന്ന ശ്രീകുമാരൻ തമ്പി സാറ് വള്ളിക്കാവിലെ അമ്മയുടെ ആശ്രമത്തിൽ വന്നിട്ട് കരയുന്നു, അമ്മയുടെ അടുത്ത് കരയുന്നു, പൊട്ടിക്കരയുന്നു. അപ്പോൾ ഇത്രയും വലിയ കവിതകളൊക്കെ എഴുതിയ മഹാപണ്ഡിതനായ ഒരു വ്യക്തി എന്തിനാണ് ഇങ്ങനെ കരയുന്നതെന്ന് ശ്രദ്ധിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ മരിച്ച വേദന കൊണ്ട് അമ്മയോട് കരയുകയാണ്. അമ്മ പറഞ്ഞ മറുപടി കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. അമ്മ പറഞ്ഞു, മോനെ, വ്യാസൻ പോലും കയ്യുയർത്തി കരഞ്ഞു മോനെ. സകല വേദശാസ്ത്ര പുരാണ ഇതിഹാസങ്ങളുടെ എല്ലാം കർത്താവായിരിക്കുന്ന വ്യാസൻ പോലും കയ്യുയർത്തി കരഞ്ഞു. ഈ ലോകത്ത് ശോകം ദുഃഖത്തിൻ്റെ ഇടയിൽ തിരികെ വെച്ചിരിക്കുകയാണ്. ദുഃഖത്തിൻ്റെ ഇടയിൽ, സുഖത്തിൻ്റെ ഇടയിൽ ദുഃഖം തിരികെ വെച്ചിരിക്കുന്നതാണ് ഈ ലോകം. അതുകൊണ്ട് ഗീതയിൽ ഭഗവാൻ പറഞ്ഞു, ഇവിടെ ജനിച്ചാൽ പിന്നെ വേറെ പണിക്കൊന്നും പോവാതിരിക്കുകയാണ് ഭേദം.
എന്നെ ഭജിച്ചോളാൻ പറഞ്ഞു. അനിത്യം അസുഖം ലോകം. ഈ ലോകം അനിത്യമാണ്, അസുഖമാണ്. ഇവിടുന്ന് ശാശ്വത സുഖം കിട്ടുന്ന ആരെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവർ മണ്ടന്മാരാണ്. അനിത്യം അസുഖം ലോകം ഇമം പ്രാപ്യ. ഇവിടെ ജനിച്ചു പോയോ? ഭജസ്വമാം, എന്നെ ഭജിച്ചോളുക, ഭഗവാനെ ഭജിച്ചോളുക. വേറെ ഒരു വഴിയുമില്ല. ഭഗവാനെ ഭജിച്ചുകൊണ്ടേയിരിക്കും. എന്ത് സംഭവിക്കും? നിങ്ങൾ വിചാരിക്കും ലോട്ടറി അടിക്കും, അല്ലെങ്കിൽ കാറ് കിട്ടുമായിരിക്കാം. പൂർവ്വജന്മത്തിലെ കർമ്മം അനുസരിച്ച് കിട്ടുമായിരിക്കാം. പക്ഷേ അപൂർവം ചില ഭാഗ്യവാന്മാർക്ക് ഒന്നും കിട്ടില്ല. അപ്പോൾ അവർ പറയും ഭഗവാനെ വിളിക്കാൻ തുടങ്ങിയതിന് ശേഷം എൻ്റെ ജീവിതം തലകുത്തനെയായി എന്ന് പറയും. സത്യമാണ്. കാരണം മോക്ഷത്തിലേക്ക് എത്രയും പെട്ടെന്ന് ഈ ജീവാത്മാവിനെ വലിച്ചടുപ്പിക്കാൻ വേണ്ടി ഭഗവാൻ ദുഃഖങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കും. കുന്തി മാതാവിന് എപ്രകാരമാണോ ദുഃഖം കൊണ്ട് സഹികെട്ട് അവസാനം ദുഃഖവുമായി താതാത്മ്യം പ്രാപിച്ചു എന്ന് പറഞ്ഞ പോലെ. എനിക്ക് ശബ്ദത്തിന് അസാരം പ്രശ്നമുണ്ട്. 2-3 ദിവസമായിട്ട് വോയിസ് റെസ്റ്റ് ആയിരുന്നു. ഇന്നാണിപ്പോൾ കുറേ ദിവസത്തിന് ശേഷം ഒരു പരിപാടി പങ്കെടുക്കുന്നത്. ഇന്നലെ ഒരു പരിപാടി കണ്ണൂരുണ്ടായിരുന്നു, അത് ഒഴിവാക്കേണ്ടി വന്നു. ശബ്ദം തീരെ ഉണ്ടായില്ല. കണ്ണൂർ തന്ത്രിമാരുടെ സമ്മേളനം, താന്ത്രിക ആചാര്യന്മാരുടെ സമ്മേളനം ഉണ്ടായിരുന്നു. അപ്പോൾ ജർമ്മനിയിൽ നഗരത്തിൽ എലിശല്യം കൂടി, ഭയങ്കര എലിശല്യം പണ്ട് കാലത്ത്. പല രീതിയിൽ സർക്കാർ എങ്ങനെയാണ് എലിയെ തുരത്തുക, എങ്ങനെയാണ് എലിയിൽ നിന്ന് മോചനം നേടുക എന്നൊക്കെ പറഞ്ഞ് പല പ്രശ്നമുണ്ടായി, പലവിധ പ്രശ്നമുണ്ടായി. പല ടെക്നോളജി ഉപയോഗിച്ചു, രക്ഷയില്ല. എലിയുടെ എണ്ണം കുറയണില്ല, എല്ലാ വീട്ടിലും എലി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം സർക്കാർ ഒരു പണ്ഡിതനെ വിളിച്ചു, ഒരു മനഃശാസ്ത്രത്തിനെ വിളിച്ചിട്ട് ഒരു പുസ്തകം എഴുതാൻ പറഞ്ഞു. എന്താ പുസ്തകത്തിൻ്റെ പേരെന്നറിയോ? എലികളോടൊപ്പം എങ്ങനെ ആനന്ദകരമായി ജീവിക്കാം. അതുവരെ സർക്കാർ പണം ചെലവഴിച്ചിരുന്ന എന്തിനു വേണ്ടിയാണ്? എലിയെ പുറത്തേക്ക് ഓടിക്കുന്നത് എങ്ങനെ, എലിയെ കൊല്ലുന്നത് എങ്ങനെയാണ്, എലിയിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാം, എലി അകത്ത് പ്രവേശിക്കാതെ വീട് എങ്ങനെ അടയ്ക്കാം, ഇതൊക്കെ പല രീതിയിൽ പരീക്ഷിച്ച് നോക്കി അവസാനം സർക്കാരിന് ഗതി കെട്ടു. അപ്പോൾ അവർ ഒരു മനഃശാസ്ത്രജ്ഞനെ വിളിച്ചിട്ട് വലിയൊരു പുസ്തകം എഴുതിച്ചു, എലികളോടൊപ്പം എങ്ങനെ ആനന്ദകരമായി ജീവിക്കാം. ഹൗ ടു ലിവ് ഹാപ്പിലി വിത്ത് റാറ്റ്സ്, വിത്ത് മൈസ്. അതുപോലെയാണ് ഭാഗവതവും നാരായണീയവും. ദുഃഖം കൊണ്ട് പൊറുതി മുട്ടിയ 2 പേരാണ്. ഒരാൾ മരണദുഃഖമാണ്, അത് വലിയ ദുഃഖം. ഭാഗവതം മരണദുഃഖമാണ്, മരണം വരാൻ പോവാണ്, വലിയ ദുഃഖം. എന്നാൽ ശ്രീശുഖ ബ്രഹ്മർഷി എന്ത് പറഞ്ഞില്ല? ആ കുഴപ്പമില്ല, ഞാൻ ഇപ്പം തന്നെ നിനക്ക് ദീർഘായുസ് നൽകാം എന്ന ഓഫർ കൊടുത്തില്ല. എന്താ പറഞ്ഞത്? ഹൗ ടു കോപ്പ് വിത്ത് ദ ഫിയർ ഓഫ് ഡെത്ത്. എങ്ങനെ നിനക്ക് മരണഭയത്തിൽ നിന്ന് രക്ഷപ്പെടാം. അതാണ് മരണത്തിൽ നിന്ന് രക്ഷപ്പെടുക പറഞ്ഞാൽ. നടക്കുമോ? ഫിസിക്കലി നടക്കില്ല. മഹർഷി അരവിന്ദനൊക്കെ കുറച്ചു കാലം അങ്ങനെ വിശ്വസിച്ചിരുന്നു തോന്നുന്നു. ഫിസിക്കൽ ഇമ്മോർട്ടാലിറ്റിയൊക്കെ നടക്കുന്ന അദ്ദേഹം വിശ്വസിച്ചിരുന്നു തോന്നുന്നു. അദ്ദേഹവും ശരീരം വിടേണ്ടി വന്നു. അങ്ങനെ നമ്മുടെ ഏതൊക്കെ തരത്തിൽ ഭഗവാനെ പറ്റിക്കാൻ നോക്കിയാലും ഈ മഹാമായയുടെ പിടിയിൽ നിന്ന് രക്ഷയില്ല, വിട്ടുപോകാൻ പ്രയാസമാണ്. മനുഷ്യൻ മായയ്ക്ക് അധീനനായതുകൊണ്ട് അതീതമായ വിദ്യ നമുക്ക് അറിഞ്ഞുകൂടാ. ഇപ്പം ശ്രീകൃഷ്ണനെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട 3 പുസ്തകങ്ങളിലും മഹാഭാരതം ഏറ്റവും പ്രസക്തമാണ്. ശ്രീകൃഷ്ണനെ സംബന്ധിക്കുന്ന ഭഗവാന്റെ ബയോഗ്രഫി മഹാഭാരതമാണ്. മഹാഭാരതത്തിൽ അന്തർഗതമായിരിക്കുന്ന ഗീതാശാസ്ത്രം, ശ്രീമദ് ഭാഗവതം, നാരായണീയം. ഈ 3 ഗ്രന്ഥങ്ങളിൽ നിന്നും വരം എങ്ങനെ കിട്ടാം എന്നല്ല അതിൻ്റെ ഉദ്ദേശ്യം. അതിൻ്റെ ഉദ്ദേശ്യം എങ്ങനെ ജീവിതത്തിൻ്റെ ആസക്തികളോട് ഭഗവൻ നാമത്തെ വെച്ചുകൊണ്ട് ഗുഡ് ബൈ പറയാം എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഈ UK നിന്ന് വിളിച്ച ആ സ്ത്രീയുടെ മകൻ, ഞാൻ എന്താണെന്നറിയില്ല, അങ്ങനെയാണ് സ്വാമിമാരൊക്കെ കാശുണ്ടാക്കണത്. അറിയാതെ പറഞ്ഞത് ഫലിക്കും. ഞാൻ നാളെ അവർ വിളിക്കുന്നു വിചാരിക്കുക എന്ന് പറഞ്ഞില്ലേ, അതുപോലെ അയാളെ പിറ്റേന്ന് ആ അമ്മയെ അവരുടെ മകൻ UK നിന്ന് വിളിച്ചു, ഏതാണ്ട് 1.5 കൊല്ലത്തിന് ശേഷം. അപ്പോൾ എനിക്ക് വലിയ പേരായി അവരുടെ കുടുംബത്തിൽ. അപ്പോൾ വിളിച്ചു, അരമണിക്കൂർ മകനും അമ്മയും പരസ്പരം സംസാരിച്ചു, കരഞ്ഞു, വെച്ചു. എന്നെ വിളിച്ചു, പെട്ടെന്ന് തന്നെ പറഞ്ഞു, വങ്ങു പറഞ്ഞത് സത്യമായി. മകൻ വിളിച്ചു, സന്തോഷമായി. ഞാൻ പറഞ്ഞു സന്തോഷിക്കാൻ വരട്ടെ, ഭാഗവതം മൂലഗ്രന്ഥപാരായണം മാത്രം പോരാ, അർത്ഥവും കൂടി പഠിക്കണം. ഇവിടെ പരീക്ഷിത്ത് മഹാരാജാവിന് പോലും രക്ഷയില്ല. പിന്നെയാണ് 3 സെൻറ്റിൽ വീടുള്ള നമ്മൾ. പരീക്ഷിത്ത് മഹാരാജാവിന്, പടകളുള്ള മഹാരാജാവിന് പോലും ദുഃഖത്തെ അകറ്റാൻ വേണ്ടി ഭഗവൻ നാമം ഉപയോഗിക്കേണ്ടി വരികയാണെങ്കിൽ നമ്മെ പോലെ കടവും കയറി ലോണും എടുത്ത് ഫ്ലാറ്റിൽ താമസിക്കുന്ന ആളുകൾ നിരന്തരം ഭഗവൻ നാമം ജപിച്ചില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താവും?
ഏതെങ്കിലും ഒരു വിദ്വാൻ പോയിട്ട് ഡാമിൻ്റെ ഷട്ടർ തുറന്നാൽ പോരെ? വായിൽ മത്സ്യം കഴിക്കാത്ത എന്നെപ്പോലുള്ള ആൾക്കാർക്ക് പോലും വായിൽ മത്സ്യം കയറും. പറഞ്ഞ മനസ്സിലായില്ലേ? ഡാം തുറന്നാലേ. അതുകൊണ്ട് കേരളം വിശേഷിച്ചും ശ്രദ്ധിക്കേണ്ട കാലഘട്ടമാണ്. ഭഗവാന്റെ നാമം ഉച്ചരിക്കുകയും നിത്യവും ഭഗവാനെ സ്മരിക്കുകയും ശാസ്ത്രഗ്രന്ഥങ്ങൾ അർത്ഥം മനസ്സിലാക്കി പഠിക്കുകയും ചെയ്യണം. അല്ലെങ്കിൽ മറ്റേ അമ്മയുടെ മാരിയാവും, ഭാഗവതം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക, മകൻ വിളിച്ചില്ലല്ലോ എന്ന് കരയുക. ഈ ചിലരെന്നോട് പറയും, നിങ്ങൾക്ക് ദുഃഖം വരാത്തതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ. അങ്ങനെയല്ല, എനിക്ക് ഒരുപാട് ദുഃഖങ്ങൾ വന്നിട്ടുണ്ട്. ദുഃഖമില്ലാത്ത ആളെന്നുണ്ട്, വേണമെങ്കിൽ കുറച്ച് അങ്ങോട്ട് തരാം, അത്രമാത്രം എൻ്റെ അടുത്തുണ്ട്. നിങ്ങളുടെതൊക്കെ ദുഃഖത്തിൻ്റെ പെട്ടിക്കടകളാണെങ്കിൽ എനിക്ക് ദുഃഖത്തിൻ്റെ ഹൈപ്പർ മാർക്കറ്റ് തന്നെയുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് മൗലികമായ വ്യത്യാസം എന്ന് വെച്ചാൽ, വേദാന്ത സാരം ഗ്രഹിച്ചാൽ എന്താണ് വേദാന്ത സാരം? വളരെ സിമ്പിളാണ്. രമണ മഹർഷി പറഞ്ഞു, ദേഹം നാഹം. ദേഹം ഞാനല്ല. കോഹം, ഞാൻ ആരാണ്? സോഹം. ആ പരമാത്മാവ് തന്നെ ഞാൻ. ദേഹം ഞാനല്ല, പിന്നെ ആരാണ് ഞാൻ? ദേഹം നാഹം. അടുത്ത ചോദ്യം, അപ്പോൾ പിന്നെ ആരാണ് ഞാൻ? സോഹം. അതുകൊണ്ടാണ് മഹർഷി പറഞ്ഞത്, പ്രാണായാമം കൊണ്ടോ ഭക്തി കൊണ്ടോ മനസ്സിനെ വശപ്പെടുത്തിയിട്ട് ആത്മനിഷ്ഠനായി ഭവിച്ചില്ലെങ്കിൽ ഈ ലോകം ഓരോ നിമിഷവും വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും. വളരെ സിമ്പിളായിട്ട് കാര്യം പറയാം. നല്ല രീതിയിൽ നല്ല സെറ്റ് സാരി ഉടുത്തിട്ട് നിങ്ങൾ അമ്പലത്തിൽ പോയി, നിങ്ങളുടെ ഏറ്റവും കോമ്പറ്റീഷനുള്ള അയൽക്കാരി എൻ്റെ അവിടെ നിൽക്കുന്നു, അവൾ വേറൊരു സാരി ഉടുത്തിരിക്കണേ എന്ന് വിചാരിക്കുക. അത് മതി ദുഃഖം വരാൻ. ആരും തമ്മിലൊന്നും പറയണ്ട. ആ സാരി ഞാൻ ഉടുത്തതിനേക്കാൾ കുറച്ചുകൂടി ഭേദമാണെന്ന് എനിക്ക് തോന്നിയാൽ മതി. ആ ചിന്ത എന്നെ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ജപം, ധ്യാനം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഇത്തരത്തിൽ ചെറുതും വലുതുമായ ദുഃഖങ്ങളുടെ പരശതം ചിന്തകൾ ഉള്ളിൽ വരുമ്പോൾ നാമമാകുന്ന മരുന്നുപയോഗിച്ച് അതിനെ തുടച്ച് കളഞ്ഞുകൊണ്ടിരിക്കണം. നാമമാകുന്ന മരുന്ന് ഉപയോഗിക്കാൻ പഠിച്ചില്ലെങ്കിലോ തൽക്കാലം രക്ഷയൊന്നും ഉണ്ടാവില്ല, ദുഃഖിക്ക് തന്നെ നിവൃത്തിയുള്ളൂ. അതുകൊണ്ട് നിത്യശീലമാക്കി വരട്ടെ. അതാണ് വേദോ നിത്യം അധീയതാം തദുദിതം കർമ്മസ്വനുഷ്ഠീയതാം. വേദത്തെ നിത്യം അഭ്യസിക്കണം, വേദം അധ്യയനം ചെയ്യണം. മാത്രമല്ല അതിൽ പറഞ്ഞിരിക്കുന്ന വൈദികീ കർമ്മങ്ങളെ അനുഷ്ഠിക്കുകയും വേണമെന്ന് ശങ്കരാചാര്യർ സാധനാ പഞ്ചകത്തിൽ പറഞ്ഞിട്ടുണ്ട്. വേദോ നിത്യം അധീയതാം തദുദിതം കർമ്മസ്വനുഷ്ഠീയതാം. വേദത്തെ ഉപാസിക്കുകയും വേദം നിഷ്കർഷിച്ചിരിക്കുന്ന കർമ്മത്തെ ചെയ്യുകയും ചെയ്താൽ മനുഷ്യന് വിരക്തി ഉണ്ടാവും. എല്ലാ തപസ്സിൻ്റെയും പരിണിതഫലം വിരക്തിയാണ്. ഒരു തപസ്സും ആസക്തിയിലേക്ക് നയിക്കുന്നില്ല. തപസ് ചെയ്ത് ഞാൻ ആസക്തനായി എന്ന് ആർക്കും പറയാൻ പറ്റില്ല. കാരണം തപസ്സിൽ വിരക്തിയുടെ മൂലകന്ധം ഉണ്ട്. എങ്ങനത്തെ തപസ്സും ആയിക്കോട്ടെ, കൃഷ്ണനെയോ രാമനെയോ ശിവനെയോ ഇഷ്ടമുള്ള ഏത് മൂർത്തി ഉപാസിച്ചാലും ഒടുവിൽ ഈ ലോകത്തോട് വിരക്തി വരിക തന്നെ ചെയ്യും. ദൃഷ്ടി കുക്കുട ദൃഷ്ടിയാവുന്നതാണ്. അപ്പോൾ ഈ കോഴിയുടെ ദൃഷ്ടിയാവുന്നതാണ്. ഇപ്പം നാട്ടിൽ കോഴി എന്ന് പറഞ്ഞ അർത്ഥം വേറെയാണ്, പക്ഷേ വേദാന്തത്തിലെ കോഴി വേറെ കോഴിയാണ്. കുക്കുട ദൃഷ്ടി എന്ന് പറഞ്ഞാൽ ഒരു കോഴി ഞങ്ങളൊക്കെ അവിടെ പൊരുത്തയിരിക്കുക എന്ന് പറയാം. അങ്ങനെ പൊരുന്നയിരിക്കുക അല്ലേ, മുട്ട വിരിയിക്കാൻ വേണ്ടി മേലെ കയറിയിരിക്കും. ആ കോഴി കണ്ണ് തുറന്നായിരിക്കുക, തള്ളക്കോഴി കണ്ണ് തുറന്നിരിക്കും. കണ്ണ് തുറന്നിരിക്കുമ്പോൾ അതിൻ്റെ ദൃഷ്ടി അതിലേ പോകുന്ന ആരിലുമല്ല, മറിച്ച് തൻ്റെ കുഞ്ഞുങ്ങളെ വിരിയിക്കാനുള്ള ശ്രദ്ധയിലാണ്. ഇതിനാണ് അന്തർദൃഷ്ടി അല്ലെങ്കിൽ അന്തർമുഖത്വം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ജപം കൊണ്ട് അന്തർമുഖത്വം വന്നാൽ രക്ഷപ്പെട്ടു. ജപം കൊണ്ട് അന്തർമുഖത്വം വന്നില്ലേ, ഭഗവാൻ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും. എപ്പോൾ വരെ? അന്തർമുഖത്വം വരുന്നത് വരെ. അത് നാരായണ ഗുരുസ്വാമി പറഞ്ഞില്ലേ, അടിച്ചകത്താക്കുക എന്ന്. ഭഗവാൻ പുറത്തുനിന്ന് അടിച്ചോടിച്ച് നമ്മളെല്ലാം നമ്മുടെ അകത്ത് ഹൃദയകുഹരത്തിൽ കൊണ്ട് ചാടിക്കും. ഹൃദയകുഹര മധ്യേ കേവലം ബ്രഹ്മമാത്രം യഹമഹമിതി സാക്ഷാത് ആത്മരൂപേണ ഭാതി. ആ ഭാതിയാണ് ഇവിടെ പറഞ്ഞത്. എന്താണ്? അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം. അതായത് അസ്പഷ്ടമായിരിക്കുന്ന ബ്രഹ്മസ്വരൂപം. ബ്രഹ്മത്തിന് രൂപമുണ്ടോ? ഇല്ല. പരബ്രഹ്മം പോത്താണെന്ന് പറഞ്ഞു കൊടുത്തില്ലേ? അതുപോലെ ബ്രഹ്മത്തിന് രൂപമുണ്ടോ? എല്ലാ രൂപവും ബ്രഹ്മത്തിൻ്റേത്, രൂപാതീതമായതും ബ്രഹ്മം തന്നെ. ബ്രഹ്മം എന്നത് സദാ വളർന്നുകൊണ്ടിരിക്കുന്നതാണ്, ബൃഹധാതുവാണ്. ബ്രഹ്മത്തിന് രൂപം കൽപ്പിക്കാൻ സാധിക്കില്ല. ശരി, അപ്പോൾ ബ്രഹ്മത്തിന് രൂപം കൽപ്പിക്കാൻ സാധിക്കില്ല എന്നാണ് വേദാന്തം പറയണത്. മേൽപ്പത്തൂർ അതെന്നെ പറഞ്ഞു, അസ്പഷ്ടം. ഇത് സ്പഷ്ടമായിട്ട് ഇന്നതെന്ന് തൊട്ട് കാണിക്കാൻ പറ്റാത്ത ഒന്നാണ് ഈ തത്വം.
അതാ അടുത്ത വാക്യം എന്താണ്? ദൃഷ്ടമാത്രേ, ഇതൊക്കെ ആ അസ്പഷ്ടമായതിനെ ഇവിടെ ഇതാ കാണാൻ പറ്റണമെന്ന്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് വിരോധാഭാസം എന്ന് പറയുന്ന അലങ്കാരമാണ്. ഇതെന്തൊരു വിരോധാഭാസം ചോദിക്കില്ലേ? കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, കാതുകൊണ്ട് കേൾക്കാൻ പറ്റില്ല, ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയാൻ പറ്റില്ല ബ്രഹ്മം എന്ന് പറഞ്ഞിട്ട് ഉപനിഷത്ത് മുഴുവൻ അതാ പറയണേ. എന്നിട്ട് അതേ ആളിനെ പറയാണ്, ഇതാ ഇപ്പം നമുക്ക് അതിനിവിടെ കാണാമെന്ന്. എവിടെ? ഗുരുവായൂരിൽ കാണാം. ഗുരുഭവനപുരേ ഹന്തഭാഗ്യം ജനാനാം. ഈ അദ്വൈതിയായിരിക്കുന്ന അദ്വൈത വേദാന്ത പാരംഗതനായിരിക്കുന്ന മഹാപണ്ഡിതനാണ് മേൽപ്പത്തൂർ ദ്വൈതിയല്ല. പക്ഷേ ദ്വൈതാദ്വൈതത്തിൻ്റെ ഒരു കളിയാണ് ഈ ഭാഗവതത്തിലും അതുപോലെ തന്നെ നാരായണീയത്തിലും തുടർന്ന് വന്നിട്ടുള്ളത്. എല്ലാറ്റിലും നിറഞ്ഞു നിൽക്കുന്ന കൃഷ്ണൻ ദേവകിയുടെ പുത്രനാണെന്ന് പറയുക. അപ്പം എന്താ വിരോധമായി? എല്ലാറ്റിലും നിറഞ്ഞു നിൽക്കുകയും കണ്ണുകൊണ്ട് കാണാൻ പറ്റുകയും ചെയ്യാത്ത ആളെങ്ങനെയാണ് ഒരാളുടെ മകനായി ജനിക്കുക? ഈ പ്രഹേളികയുടെ പേരാണ് കൃഷ്ണൻ. എല്ലാറ്റിലുമുള്ളവനും കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തവനും തൊടാൻ കഴിയാത്തവനും സ്പർശിക്കാൻ കഴിയാത്തവനും സ്പഷ്ടമല്ലാത്തവനും ദൃഷ്ടിക്ക് വിധേയനാകാത്തവനുമായിരിക്കുന്ന പരമ്പൊരുൾ എങ്ങനെയാണ് ഗുരുവായൂപുരം എന്ന സ്ഥലത്ത്, ദേശത്ത് ഒരു കാലത്തിന് വിധേയമായി കാഴ്ച തരുന്നത്? കാഴ്ച തരുന്നതെല്ലാം കാലത്തിന് വിധേയമാണ്. കാണാൻ ഒക്കുന്നതെല്ലാം, സ്പർശിക്കാൻ ഒക്കുന്നതെല്ലാം, കേൾക്കാൻ ഒക്കുന്നതെല്ലാം, മണക്കാൻ ഒക്കുന്നതെല്ലാം കാലത്തിന് വിധേയമാണ്. ഇന്ദ്രിയങ്ങൾ കൊണ്ടുതരുന്ന അറിവുകളെല്ലാം തന്നെയും ദേശകാലങ്ങൾക്ക് വിധേയമാണ്. ടൈം ആൻഡ് സ്പേസ്. പക്ഷെ ഇവിടെ കവി പറയാണ്, ഇങ്ങനെ സാന്ദ്രാനന്ദം, ആനന്ദാവബോധം, അവബോധം ബ്രഹ്മക്കട്ടയായി ഇങ്ങനെ മുൻപിൽ നിൽക്കുകയാണ്. സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം, മറ്റൊന്നിനോട് തുലനം ചെയ്യാനാവാത്തതായതുകൊണ്ട് ഇത് ബ്രഹ്മം തന്നെ. ഇതേ വിഷയം ഗീതയിലുണ്ട്. അർജുനൻ ചോദിക്കുന്നുണ്ട്, ഞാനും അങ്ങുമൊക്കെ തന്നെയും ഇവിടെ ഒരുമിച്ച് കളിച്ചു വളർന്നവരാണ്. നമ്മൾ പല കുസൃതികളും കളിച്ചിട്ടുണ്ട്. എനിക്കും 2 കൈ, അങ്ങേക്കും 2 കൈ, എനിക്കും 2 കാല്, അങ്ങേക്കും 2 കാല്, എനിക്കൊരു വായ, അങ്ങേക്കൊരു വായ, ഒരു മൂക്ക്, അങ്ങേക്കൊരു മൂക്ക്, 2 നാസാദ്വാരം, ചെവി 2, ഇങ്ങനെ എല്ലാ കണക്കും പച്ചക്കറി കടയിൽ കണക്കില്ലേ, കൈപ്പയ്ക്ക 2, അങ്ങനെ അതുപോലെ എല്ലാ കണക്കും ഒക്കെ ഉണ്ട്. പക്ഷേ എന്തോ നീയും ഞാനും നമ്മൾ വ്യത്യാസമുണ്ട്. അതെന്താണ് കൃഷ്ണ? നിന്നെ എല്ലാവരും മനുഷ്യനായിട്ട് കണ്ട് കളിയാക്കുകയാണ്. നീ മായാവിയാണ്, നീ മാജിക്ക് കാണിക്കുന്നവനാണ്, നീ ആൾദൈവമാണ്. അന്ന് ആ പദമില്ല, ആ വാക്കന്ന് കണ്ടുപിടിച്ചില്ല. അത് DYFIക്കാരെ പിന്നെ കണ്ടുപിടിച്ച്. അന്ന് കാലത്ത് അതില്ല, ആൾദൈവം എന്നൊരു വാക്ക് അന്നില്ല. അപ്പോൾ പറഞ്ഞു, അതിന് പകരം എന്ത് പറഞ്ഞു? നീ ഒരു മനുഷ്യരൂപം കെട്ടിയ വേഷധാരി, ഒരു മായാരൂപിയാണ്, നീ ഈശ്വരനൊന്നും അല്ല എന്നാണ് പറയുന്നത് ആളുകൾ. അപ്പം എന്താ മറുപടി പറയാ കൃഷ്ണ ചോദിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, മൂഢന്മാർ എന്നെ അവഹേളിക്കുന്നു. അവജാനന്തി മാം മൂഢാ. മൂഢന്മാരെന്നെ അവഹേളിക്കും. എന്തു പറഞ്ഞിട്ട്? മാനുഷിയും തനുമാശ്രിതം. മനുഷ്യ ശരീരം ആശ്രയിച്ച് നിൽക്കുന്ന ഈശ്വരൻ ഉണ്ടാവുമോ? ഇല്ല. അപ്പം ഇപ്പോൾ കള്ളം തന്നെയാണ്. 2 കൈയും 2 കാലും വെച്ച് ആളെ പറ്റിക്കുകയാണ്. മനുഷ്യനാണവൻ, ഈശ്വരനല്ല. അപ്പോൾ ഭഗവാന്റെ മറുപടിയാണ്, അവജാനന്തി മാം മൂഢാ. മൂഢന്മാരായ ജനങ്ങൾ, വിവരമില്ലാത്ത മനുഷ്യർ, വേദാന്തം ബോധിക്കാത്ത മനുഷ്യർ എന്നെ കളിയാക്കുകയാണ്. എന്താണ്? ഞാനും അവരെ പോലെ സാധാരണ മനുഷ്യനാണെന്ന് ധരിച്ചിട്ട്. അവജാനന്തി മാം മൂഢാ മാനുഷിയും തനുമാശ്രിതം. പരംഭാവം അജാനന്തോ. എൻ്റെ പരമമായ ഭാവത്തെപ്പറ്റി അവരറിയുന്നില്ല. മമഭൂതമഹേശ്വരം. സകല ജീവജാലങ്ങളെയും ഈശ്വരനായിരിക്കുന്ന എന്നെ അവർ തിരിച്ചറിയുന്നില്ല എന്നാണ് ഗീതയിലുള്ളതാണ്. അതേ അവസ്ഥയാണ് ഇവിടെ മേൽപ്പത്തൂരും കാണുന്നത്. എല്ലായിടത്തും നിറഞ്ഞു തുളുമ്പുന്ന ഈ ബ്രഹ്മസ്വരൂപം എങ്ങനെയോ മനുഷ്യരുടെ ഭാഗ്യം കൊണ്ട് ഗുരുവായൂരിൽ വന്നു. അങ്ങനെ കരിങ്കടലിൽ അലഞ്ഞു നടന്ന വിഗ്രഹത്തെ ദേവഗുരുവായ ബൃഹസ്പതിയും വായുദേവനും കൂടി കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു എന്നൊക്കെയാണ് കഥ. അത് ഈ തീരത്ത് തന്നെയായി. എല്ലാം ജലം കൊണ്ടുപോകും. കേരളം എന്നുള്ള വാക്കിനർത്ഥം ജലത്തിൽ നിന്നുണ്ടായെന്നാണ് കേരളം എന്ന് പറഞ്ഞാൽ. ഇപ്പം ഭക്തിയുടെ ഏറ്റവും ഉന്നതമായ ഭാവം ദർശിക്കണമെങ്കിൽ മൗനികളായ മുനിമാരെ കാണണം. അവർക്കാണ് ഭക്തി. അവർക്ക് ഭഗവാനോടൊന്നും പറയാനില്ല, ഒന്നും പ്രകടിപ്പിക്കാനില്ല, ഒന്നുമില്ല. ശ്രീകൃഷ്ണ ഭക്തിയുടെ അത്യുന്നത ഭാവം അതാണ്. ഞാൻ പല ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. ഈ ഉത്തരേന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ കൃഷ്ണൻ്റെ പാവയും കൊണ്ട് നടക്കും. പാവ, കൃഷ്ണൻ്റെ പാവ കയ്യിൽ എപ്പോഴും ഉണ്ടാവും. അവരുടെ ഭക്തിയുടെ പ്രകടനമാണ്.
ആ ഭക്തിയുടെ പ്രകടനമാണ്. അത് നല്ലതാണെന്ന് വെച്ചാൽ ഗൗണഭക്തിയാണത്. ഗൗണഭക്തി പറഞ്ഞാൽ, ഗൗണം എന്ന് പറഞ്ഞാൽ താണതരം ഭക്തി. മുഖ്യഭക്തി അല്ലെങ്കിൽ മുഖ്യഭക്തി എന്താണ്? ഭഗവാനെ എല്ലാവരിലും ദർശിക്കുക. ഏറ്റവും ഉയർന്ന ഭക്തി ഉദ്ധവർക്ക് കിട്ടിയ ഭക്തിയാണ്. ഉദ്ധവരുടെ ഭക്തി എന്താണ്? സകല ജീവജാലങ്ങളിലും ഭഗവാനെ കാണുന്നതാണ് ഭക്തി. ശുഖബ്രഹ്മർഷിയുടെ ഭക്തി എന്താണ്? നാരായണനല്ലാതെ ഒന്നും ഈ പ്രപഞ്ചത്തിലില്ല. അതാണ് യഥാർത്ഥ ഭക്തി. ഇപ്പോൾ വേറൊരു തമാശയുണ്ട്. ഏതാ 1.5 ലക്ഷം റുപ്യ കൊടുത്താലേ ഐഫോൺ പ്രോ കിട്ടും, പ്രോ മാക്സ് അല്ലേ? 1.5 ലക്ഷം 2 ലക്ഷം അറിയില്ല. 1.5 ലക്ഷം 2 ലക്ഷം കൊടുത്താൽ ഐഫോൺ പ്രോ മാക്സ് കിട്ടും. അത് കയ്യിലെടുക്കുക, ഇടത്തെ കയ്യിൽ കൃഷ്ണൻ പിടിക്കുക, ഇടയ്ക്കിടയ്ക്ക് വാട്സപ്പിൽ നോക്കുക. എങ്ങനെയുണ്ട്? അതൊരു ഭക്തി. അമ്മായി എവിടെയുണ്ട് അമ്മായി? മെസ്സേജ് അയക്കുക. ഇന്നലത്തെ സീരിയലിൻ്റെ കഥ ബാക്കി എന്തായി അമ്മായി? ഞാൻ ഗുരുവായൂർ അപ്പൻ്റെ അടുത്തായി പോയി. മെസ്സേജ് അയക്കുകയാണ് ഫോണിലേ, ഐഫോണിൽ. അങ്ങനെ ഭക്തി പ്രകടനപരതയാവുമ്പോൾ അത് ഗുരുവായൂരപ്പനെ അവഹേളിക്കലാണ്. കാരണം ഭഗവാൻ സകല ജീവരാശികളുടെയും ഹൃദയാന്തര്യാമിയാണ്. ഇത് ഞാൻ പറഞ്ഞല്ല, ഈശ്വര സർവഭൂതാനാം ഹൃദയേശേ അർജുന തിഷ്ഠതി. അർജുന, സകല ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ ഞാൻ കുടികൊള്ളുന്നു, ഈശ്വരൻ കുടികൊള്ളുന്നു. എല്ലാ ജീവരാശികളുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്നു. ഇപ്പോൾ വഴിയിൽ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം പിടിച്ചിട്ട് വരുമ്പോഴായിരിക്കും വഴിയിലൊരു വിശന്നിട്ടൊരു തെരുവുനായ കിടക്കണത്. അപ്പോൾ അതിന് ലേശം വെള്ളം കൊടുത്താൽ ഗുരുവായൂരപ്പന് കിട്ടി. മനസ്സിലായില്ലേ? അത് മനസ്സിലാക്കണം എപ്പോഴും. നമ്മൾ സകല ജീവരാശികളിലും ഈശ്വര ചൈതന്യത്തെ ദർശിക്കുന്നതിൻ്റെ പേരാണ് അദ്വൈതം. കേവലം വിഗ്രഹത്തിൽ മാത്രം ദർശിച്ചാൽ അത് ദ്വൈത അന്ധകാരമാണ്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് ഈ സാന്ദ്രാനന്ദാവബോധം, യോഗികൾ അല്ലെങ്കിൽ മഹർഷിമാർ നിരന്തരം അനുഭവിക്കുന്ന സാന്ദ്രാനന്ദം, ഈശ്വരാനന്ദം, ബ്രഹ്മാനന്ദം മുഴുവനും ഒരു രൂപത്തിൽ വടിച്ചു വെച്ചാൽ, ഈ പ്രപഞ്ചത്തിലെ സൗന്ദര്യം മുഴുവനും ഒരു രൂപത്തിൽ പഠിച്ചു വെച്ചാൽ, കോടി കോടി കന്ദർപ്പന്മാർ ഒരുമിച്ച് ഒരു വ്യക്തിയിൽ കണ്ടാൽ ആ ഭഗവാൻ കൃഷ്ണൻ ബ്രഹ്മം തന്നെയാണ്. അതിവിടെ മുമ്പിൽ കാണുന്നു എന്നത് നമ്മുടെ ഭാഗ്യമാണെന്നാണ് പറഞ്ഞത്. ഹന്തഭാഗ്യം. കാരണം ഇത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതല്ല. ബ്രഹ്മത്തെ ആർക്കും കാണാൻ പറ്റില്ല. ബ്രഹ്മത്തെ ആരെങ്കിലും കണ്ടു എന്ന് പറഞ്ഞാൽ കള്ളം പറയാണെന്ന് അർത്ഥം. എന്നാൽ അല്പകാലത്തേക്കെങ്കിലും കലിയിലെ ജനങ്ങൾക്ക് ഭവദുരിതങ്ങളിൽ നിന്ന് മോചനം നേടാൻ വേണ്ടിയിട്ട് ഈ ബ്രഹ്മാനന്ദം തന്നെ സാന്ദ്രാനന്ദ അവബോധാത്മകം അനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം. കാലദേശങ്ങൾക്ക് അതീതമായിരിക്കുന്ന ആ തത്വം, പരംപൊരുൾ ഇവിടെ നമ്മുടെ കണ്ണിന് വിഷയീഭവിച്ചിരിക്കുകയാണല്ലോ എന്ന് മേൽപ്പത്തൂർ ഭക്തി കൊണ്ട് പാടിപ്പോയ ഗീതമാണ് നാരായണീയം. പക്ഷെ ഇത് കാമ്യഭക്തിയാണ്. എന്താണ്? എൻ്റെ അസുഖം മാറ്റണേ, ആയുരാരോഗ്യം തരണേ എന്ന്. അത് കേവലം ആയുരാരോഗ്യ സൗഖ്യത്തിന് കേണത് മാത്രമല്ല, കാലക്രമം എഴുതി വെച്ചിരിക്കുകയാണ്, ഏത് വർഷം എഴുതി എന്നത്. എങ്കിലും അതിൽ കാമ്യഭക്തി കലർന്നിരിക്കുന്നു. കാമ്യഭക്തി ഇല്ലാത്ത കൃതി ഗീതാശാസ്ത്രമാണ്. ഗീതാശാസ്ത്രം കാമ്യഭക്തിക്ക് വേണ്ടി പറഞ്ഞതല്ല. ഗീതാശാസ്ത്രം ലോകജിഗിക്ഷയാ, ലോകത്തിന് ഉപദേശം. ധേയം ശ്രീപതി രൂപം അജസ്രം, ഭഗവാന്റെ ധേയം ശ്രീപതി രൂപം അജസ്രം, ഭഗവാന്റെ രൂപം എപ്പോഴും ധ്യാനിക്കണം. നേയം സജ്ജന സംഘേ ചിത്തം, സജ്ജനങ്ങളുടെ കൂടെ കൂട്ടുകൂടണം. നല്ല ഇതുപോലുള്ള സത്സംഗ സമിതികൾ, നാരായണീയ സമിതി, ഇങ്ങനെയൊക്കെയുള്ള നല്ല ഭക്തന്മാരുടെ കൂടെ കൂടണം. ദേയം ദീനജനായ ചവിത്തം, ദീനജനൻ, തന്നിൽ താണവരോട്, വിശക്കുന്നവർക്ക്, ആഹാരമില്ലാത്തവർക്ക്, വസ്ത്രമില്ലാത്തവർക്ക് കൊടുക്കണം. ഇതും പൂജയാണ്. അനന്തനാരായണൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പൂജ എന്താണ്? അനന്തനാരായണൻ്റെ അനന്തമായ സൃഷ്ടികളിൽ ദുഃഖിക്കുന്നവരെ ആശ്വസിപ്പിക്കുക, വേദനിക്കുന്നവർക്ക് മരുന്ന് കൊടുക്കുക, മരുന്ന് കൊടുക്കുക, ആരെയും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വേദനിപ്പിക്കാതിരിക്കുക, എല്ലാ ജീവജാലങ്ങളിലും നാരായണ ചൈതന്യം ദർശിക്കുക. ഇതാണ് നാരായണീയം പഠിപ്പിക്കുന്ന വേദാന്തം, ഗീത പഠിപ്പിക്കുന്ന വേദാന്തം. ഇതാണ് യഥാർത്ഥ ഭക്തി. മനസ്സിലായിക്കോളൂ. ചുമടെടുക്കുന്നതല്ല ഭക്തി. കഴുത ചന്ദനം ചുമന്നാൽ അതിൻ്റെ ഗന്ധം കഴുതയ്ക്ക് അറിയില്ല. ഗുരുവായൂരപ്പൻ്റെ വലിയൊരു വിഗ്രഹം ഞാൻ വാങ്ങി നെറ്റിയെ കൊണ്ടുനടന്നാൽ, തലയെ വെച്ചുകൊണ്ടിരുന്നാൽ അതെനിക്ക് ഭാരം മാത്രമാണ്. അറിവിൻ്റെ പ്രത്യേകത, അറിവ് എത്ര കൂടുന്നുവോ അത്രയും ലാഘവം അനുഭവപ്പെടും. അതാണ് ഈ സാന്ദ്രാനന്ദം എന്ന് പറയാൻ കാരണം. സാക്ഷാൽ പരമാത്മാവായ കൃഷ്ണൻ ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ആനന്ദത്തെക്കാളും ഇരട്ടിയായിരിക്കുന്ന ബ്രഹ്മാനന്ദം തന്നെയാണ്.
പക്ഷെ കൃഷ്ണൻ അതീവ ലളിതമാണ്, നൃത്തപ്രിയനാണ്, ഗാനപ്രിയനാണ്, ഗാനമൂർത്തിയാണ്, ലീലാവിലാസമാണ് കൃഷ്ണൻ്റെ. എന്തുകൊണ്ട് കൃഷ്ണൻ ഇത്ര ലീലയോട് പ്രിയം? കൃഷ്ണന് ഭാരം അനുഭവപ്പെടുന്നില്ല. ഭൂമിഭാരം നീക്കാൻ വേണ്ടി ആദിനാരായണൻ ഭൂമിയിൽ അവതരിച്ചപ്പോഴും ഭാരം കൊണ്ടല്ല ഭാരം നീക്കിയത്, ലാഘവം കൊണ്ടാണ്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഇതിനെ ആരെങ്കിലും കോപ്പി അടിക്കുമെന്നറിയില്ല, ഇതിന് കോപ്പിറൈറ്റ് ഒന്നുമില്ല, നമ്മുടെ ചിന്തയിൽ ഭഗവാൻ തോന്നിക്കുന്നതാണ്. ശ്രീരാമൻ രാഘവരാമനാണെങ്കിൽ ശ്രീകൃഷ്ണൻ ലാഘവരാമനാണ്. ശ്രീരാമൻ ഓരോ ക്രിയയും അതീവ ഗൗരവത്തോടെ ചെയ്തിരുന്ന, യുദ്ധമാണെങ്കിലും എന്താണെങ്കിലും. കൃഷ്ണൻ അങ്ങനെയല്ല. മല ചുമക്കണോ? സിമ്പിൾ. 1.5 ലക്ഷം ആളെ കൊല്ലണോ? സിമ്പിൾ. കൃഷ്ണൻ എല്ലാം ലീലയാണ്, ലാഘവമാണ്. എന്തുകൊണ്ട്? പൂർണ്ണമായ അറിവാണ് കൃഷ്ണൻ, ബ്രഹ്മജ്ഞാനം തന്നെയാണ്. അറിവ് കൂടുന്തോറും ഭാരം കുറഞ്ഞു വരും, അഹങ്കാരത്തിൻ്റെ ഭാരം കുറഞ്ഞു വരും. പ്രേമം കൂടുന്തോറും, ഭക്തി കൂടുന്തോറും ലാഘവത്വം അനുഭവിക്കാം. അതുകൊണ്ടാണ് പ്രതിമാഭക്തി എന്നത് പലപ്പോഴും കളിയാക്കപ്പെടുന്നത്. കൃഷ്ണനെ ഒരു പ്രതിമ മാത്രമായി കാണുന്നതുകൊണ്ടാണ്. കൃഷ്ണൻ പ്രതിമ മാത്രമല്ല, സകല ജീവരാശികളുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്ന അനന്ത പ്രേമ ചൈതന്യമാണ്, ബ്രഹ്മസ്വരൂപമാണ്. അത് എല്ലാറ്റിലും ഉണ്ടെന്ന് കണ്ട് സേവാഭാവത്തോടു കൂടി എല്ലാവരിലേക്കും സേവ എത്തിക്കുമ്പോൾ ശ്രീകൃഷ്ണൻ തുഷ്ടി, സന്തോഷം അനുഭവിക്കുന്നു. ഗുരുവായൂരപ്പനെ കാണാൻ വേണ്ടി ദൂരെ നിന്നും വെള്ളം പോലും കുടിക്കാതെ വയ്യായികളും വിഷമങ്ങളും മനസ്സിലെ ഭാരവും കൊണ്ട് വരുന്ന ഭക്തന്മാരെ അങ്ങോട്ട് മാറട ഇങ്ങോട്ട് മാറട എന്ന് ചവിട്ടിപ്പായിക്കുന്ന ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാർ ഭഗവാന്റെ ശത്രുക്കളാണ്. എന്നാൽ നമ്മൾ 10 ആൾ കൂടിക്കഴിഞ്ഞാൽ അവൻ്റെയൊക്കെ നട്ടല്ലൂരി കോൽക്കളി കളിക്കാൻ പറ്റും നമുക്കറിയാം. എന്നിട്ട് നമ്മൾ ചെയ്യാത്തത് ഗുരുവായൂരപ്പനോടുള്ള ബഹുമാനം കൊണ്ടാ, നിന്നോടുള്ള പേടി കൊണ്ടല്ല. നിന്നോടൊന്നും പേടിച്ചിട്ടല്ല, നിങ്ങളെയൊന്നും പേടിച്ചിട്ടല്ല. ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ ഒരു അലങ്കോലം വേണ്ട എന്ന് നമ്മൾ വിചാരിച്ചു, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് എന്താ ഇവരെ പേടിച്ചിട്ടാ? ഈ വരുന്ന ഭക്തകോടികൾ ഒന്നും ചേർന്ന് നിന്ന് മൂത്രമൊഴിച്ചാൽ ഇവനൊക്കെ മൂത്രക്കടലിൽ മുങ്ങി മരിക്കും. നമ്മളത് ചെയ്യാത്ത എന്തുകൊണ്ടാ? സാക്ഷാൽ ഗുരുഭവനപുരം എന്ന് പറയുന്ന ഭഗവാൻ, ബ്രഹ്മസ്വരൂപനായ ഭഗവാൻ ജ്യോതിസായി ഭാതി, വിളങ്ങിക്കൊണ്ടേയിരിക്കുന്ന അത്ഭുതകരമായ ഒരു ക്ഷേത്രമാണ്. അവിടെ നിന്നുകൊണ്ട് നമ്മൾ ആരോടും മറുത്തു പറയാതിരിക്കുന്നത് അവിടുത്തോടുള്ള ഭയഭക്തി കൊണ്ടാണ്. മനസ്സിലായിക്കോളൂ. ജയവിജയന്മാരുടെ താടിക്ക് തോണ്ടാത്തത് ജയവിജയന്മാരെ പേടിച്ചിട്ടല്ല, വിഷ്ണു അവിടെ കിടക്കണോണ്ടാ. ശരിയല്ലേ? പ്രാരബ്ധം കൊണ്ട്, പ്രാരബ്ധം 2 വിധമുണ്ട്. സൗഭാഗ്യ പ്രാരബ്ധം, ദൗർഭാഗ്യ പ്രാരബ്ധമുണ്ട്. പൊതുവെ നമ്മൾ ആ പദത്തെ പ്രാരബ്ധം എന്ന് പറയുന്നത് ദൗർഭാഗ്യത്തെ മാത്രമാണ്. ദുഃഖം വരുമ്പോൾ അയ്യോ എൻ്റെ പ്രാരബ്ധം എന്ന് പറയും. പക്ഷേ ഒരു ഗിഫ്റ്റ് കിട്ടുന്നതും ഒരു സമ്മാനം കിട്ടുന്നതും സൗഭാഗ്യ പ്രാരബ്ധമാണ്. അതും പ്രാരബ്ധമാണ്, ലോകത്തോട് ബന്ധിക്കുന്നതാണ്. അതും എന്തോ പുണ്യം കൊണ്ട് ദേവസ്വം ബോർഡിൽ ഭഗവാന്റെ മുമ്പിൽ ആളുകളെ ഭക്തന്മാരെ തിരക്ക് നിയന്ത്രിക്കാൻ ജോലി കിട്ടിയാൽ അത് ശരിയാവണ്ണം ഉപയോഗിച്ചാൽ മുക്തിക്ക് സാധ്യതയുണ്ട്. അത് ശരിയാവണ്ണം ഉപയോഗിക്കണമെങ്കിൽ തലയ്ക്കകത്തുനിന്ന് ചീഞ്ഞു പഴുത്തിരിക്കുന്ന പ്രത്യയശാസ്ത്രം പുറത്തെടുത്ത് കളയണം. പകരം നാരായണി എടുത്തിട്ട് ഉള്ളിലേക്ക് വെക്കണം. ഈ വരുന്നവരെല്ലാം ശ്രീകൃഷ്ണൻ്റെ പ്രിയപ്പെട്ടവരാണ്, ഭഗവാന്റെ പ്രിയപ്പെട്ട ഗോപികളാണ്, ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തന്മാരാണ്. ആരും ആർക്കും അറിയില്ല. വേഷം കണ്ട് ആരെയും വിലയിരുത്താൻ പറ്റില്ല. പറ്റുമോ? ആ ഭഗവാന്റെ ഭക്തന്മാരെ പ്രേമത്തോടെ നാരായണ നാമം കൊണ്ടല്ലാതെ വിളിക്കരുത്. ഞാൻ കാണുന്ന കാഴ്ചകൾ ഗുരുവായൂർ ചിന്തിക്കാൻ പറ്റില്ല. ഒരിക്കൽ തൊഴുതാൽ ഏതൊരു ഉണ്ണിമേനോൻ പാടി തൊഴുതിട്ടും മതിയാവില്ലാന്ന്. ഇവർക്ക് തൊഴിച്ചിട്ടും മതിയാവില്ല ഭക്തന്മാരെ. അപ്പം ഇങ്ങനെ കാടത്തം കാണിക്കാൻ വേണ്ടി ക്ഷേത്ര സന്നിധി ഉപയോഗിച്ചാൽ ഒരു കാലം വരും ഭഗവാൻ തന്നെ നേരിട്ട് പല രീതിയിലും നിങ്ങളെ വ്യക്തിപരമായി തന്നെ വേട്ടയാടും. ഞാൻ എപ്പോഴും ആലോചിക്കും, മഹാഭാരതം വായിക്കുമ്പോൾ ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപം അധികാരത്തിൻ്റെ ബലത്തിലാണ് ദുര്യോധനാദികൾ നടപ്പിലാക്കിയത്. അധികാരബലമാണ്. അധികാരമുള്ളവന് തോന്നും തന്നെക്കാൾ മേലെ ആരുമില്ലാന്ന്. ആ അധികാരബലം കൊണ്ട് ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപം ഞാൻ പുറപ്പെട്ടപ്പോൾ
ഭഗവാൻ നേരിട്ട് പ്രത്യക്ഷമാവാതെ ചേല കൊടുത്ത് അനുഗ്രഹിച്ചു എന്നാണ്. ആ ചേല ചുറ്റി അവളുടെ മാനം കാത്തു, ദ്രൗപദിയുടെ മാനം കാത്തവനാണ് നമ്മുടെ ഭഗവാൻ. ഭക്തന്മാരുടെ മാനം കെടുത്തിയാൽ എത്ര കാലം ഭഗവാൻ നോക്കി നിൽക്കും? പഞ്ചഭൂതങ്ങളുടെയും നാഥനായിരിക്കുന്ന ഭഗവാൻ പഞ്ചഭൂതങ്ങളിലൂടെ തന്നെ തിരിച്ചടിക്കും. ജലം ഒരു ഭൂതമാണ്, വായു ഒരു ഭൂതമാണ്. അതെല്ലാം കരുതിക്കൊള്ളാം. മനുഷ്യൻ ജീവിക്കുന്നത് സ്വതന്ത്രനായിട്ടല്ല. ഭഗവാനെ പോലെ നിർമുക്തം നിത്യമുക്തമല്ല. നമ്മളെല്ലാം ബദ്ധരാണ്, ബദ്ധജീവന്മാരാണ്. ഞാൻ ബോർഡിൻ്റെ അധ്യക്ഷനാണ്, ഞാൻ ബോർഡിൻ്റെ ചെയർമാനാണ്, ഞാൻ ബോർഡിലെ തൊഴിലാളിയാണ്. അതൊക്കെ കിടക്കുന്നേ. രോഗങ്ങൾക്ക് ഇതൊന്നും അറിയില്ല. ഞാൻ എപ്പോഴും വിചാരിക്കും, പണ്ടൊക്കെ ഭഗവാൻ മഹാവിഷ്ണു എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് കിടക്കുക അവിടെ. കൃഷ്ണനും അങ്ങനെ തന്നെ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്താ ഈ നിൽപ്പിൻ്റെ കാരണം? ഒരുവൻ്റെ വരും വരായികൾ മുഴുവൻ അറിയാം, ജീവരാശികളുടെ മുഴുവൻ ഭാവി അറിയാം, അറിവിൽ ഒരു കുറവുമില്ല. അതുകൊണ്ടാണ് ചിരിക്കാൻ പറ്റണേ. ഇന്നത്തെ രാജാവ് നാളത്തെ ഭിക്ഷക്കാരനാണ്. അതല്ലേ മന്നവനാട്ടെ യാചകനാട്ടെ വന്നിടുമൊടുവിൽ വൻ ചിത നടുവിൽ എഴുതാൻ കാരണം. ഈ നാരായണീയത്തിലെ കവിയെപ്പോലെ വലിയ കവിയൊന്നും അല്ലെങ്കിലും പൂന്താനം വളരെ ലളിതമായിട്ട് ജ്ഞാനപ്പാൻ ഇത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. മാളിക മുകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ. ഇതൊക്കെ ഒരുവനെ രാജാവിനെ തെണ്ടിയാക്കുന്നതും തെണ്ടിയെ രാജാവാക്കുന്നതും ഒക്കെ ഭഗവാന്റെ ലീലയാണ്. അതുകൊണ്ട് കിട്ടിയ അധികാരത്തെ ശ്രദ്ധയോടെ ഉപയോഗിച്ച് ഭക്തന്മാരെ സേവിക്കാനുള്ള അവസരമായിട്ട് ഏവരും എടുത്താൽ ആ നാരായണൻ നിങ്ങളെ സംരക്ഷിക്കും. മറിച്ച് അവരെ ഉപദ്രവിക്കാനും തെറി പറയാനും നല്ലാനും ഒക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ദ്രൗപദിയുടെ ശത്രുക്കളെ എപ്രകാരമാണോ ഭഗവാൻ ഓരോരുത്തരെയും കൊല്ലിച്ച് അവരുടെ രക്തം ചിന്തുന്നത് കണ്ടിട്ടാണ് ഭഗവാൻ സ്വർഗാരോഹണം ചെയ്തത്. ഒരു കാരുണ്യം കാണിച്ചില്ല. ദുര്യോധനോട് എത്രയധികം ഭീമൻ യുദ്ധം ചെയ്തിട്ടും ഭീമൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ജിമ്മുകാർക്കുള്ള കുഴപ്പം ഭീമനുണ്ട്. ആരോഗ്യം കൂടുമ്പോൾ ബുദ്ധി കുറയും. ജിമ്മുകാർക്കുണ്ടാ പ്രശ്നം. ഭയങ്കര മസിനോട് വന്നാൽ പിന്നെ ഇത് കുറച്ച് കുറയും. ഭയങ്കരമായ യുദ്ധം ചെയ്യ ദുര്യോധനോട് ഭഗവാൻ കാണിച്ചു കൊടുക്കുകയാണ് അവൻ എവിടെയാണ് ജീവനിരിക്കണേ? അവന് തുടയിലാണ്. അടിക്കേണ്ടത് അടിക്കണം. ഇപ്പോഴത്തെ നമ്മുടെ ഹിന്ദു സംഘടനകൾക്കും ഭീമൻ സിൻഡ്രോമാണ്. ശത്രുവിനെ അറിയാം, എവിടെ അടിക്കണം എന്നറിയില്ല. അതല്ലേ പ്രശ്നം. അതുകൊണ്ട് ഇലക്ഷനൊക്കെ തോറ്റു തുന്നാൻ പാടിയിരിക്കുകയാണ്. കൃത്യമായിട്ട് ഹിന്ദുക്കളുടെ പ്രശ്നം എവിടെയാണിരിക്കുന്നത് കണ്ടെത്തി അത് അഡ്രസ്സ് ചെയ്യണം. അങ്ങനെ നാം ഏത് അധികാര കോട്ടകളെയും തോൽപ്പിക്കാൻ സാധിക്കും ഭഗവാന്റെ നാമത്തിൽ. ഭീമൻ തുടക്കടിച്ചു, തുടയെല്ല് പൊട്ടി, മാംസവും രക്തവും ചിന്തി ദേഹമാസകലം വ്രണങ്ങളോടുകൂടി കിടക്കുന്ന ദുര്യോധൻ്റെ രംഗം വ്യാസാചാര്യർ വർണ്ണിക്കുമ്പോൾ ഞെട്ടിപ്പോവും നമ്മൾ. ഏതു പ്രതാപിയായൊരു രാജാവാണ് ഇങ്ങനെ കിടക്കുന്നത്? ഭഗവാൻ അത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അതിൽ പറയുന്നു, ഒരു കൈ ഒടിഞ്ഞു തൂങ്ങിയിരിക്കുകയാണ്. ഒടിയാത്ത കൈ കൊണ്ട് അടുത്തേക്ക് വരുന്ന കാക്കയെ ആട്ടിത്തെളിക്കുകയാണ്. അല്ല, കാക്കയല്ല, പിന്നെ കഴുകനെ. അടുത്തേക്ക് വരുന്ന കഴുകനെ. ഞാൻ പെട്ടെന്ന് അധികാരം പറഞ്ഞപ്പോൾ കാക്ക എന്ന് ഉദ്ദേശിച്ച വേറെ അർത്ഥം മാറിപ്പോയി. അധികാരം ഇപ്പോഴത്തെ കാലം ചിന്തിച്ചപ്പോഴേ. അപ്പോൾ വലിയ കഴുകൻ അടുത്തേക്ക് വരികയാണ്, മാംസം കൊത്താൻ വേണ്ടിയിട്ട്, ചത്തുന്ന് വിചാരിച്ചിട്ട് ചാവാൻ കാത്തു നിൽക്കുകയാണ്. ഈ കഴുകനെ ആട്ടിക്കൊണ്ടിരിക്കുകയാണ്. ബോധം ഇടയ്ക്ക് മറയുന്നു. അപ്പോൾ കഴുകൻ അടുത്തേക്ക് വരും. ബോധം വരുമ്പോൾ കൈ നീട്ടി അകറ്റുന്നു. ഈ ദുർവിധി വരുത്തുന്നത് എന്താണ്? പൂർവ്വകർമ്മമാണ്. ആലംബമില്ലെന്ന് കരുതി ഒരു സ്ത്രീയെ അപമാനിക്കാൻ വേണ്ടി എടുത്ത ശൗര്യമുണ്ടല്ലോ, അത് ശൗരി വേറെ രീതിയിലാണ് എടുത്തത്. കൃഷ്ണൻ അവളുടെ കണ്ണീർ തുടയ്ക്കാൻ വേണ്ടി കൗരവന്മാരുടെ കുലം മുഴുവൻ മുടിച്ച് വേര് പറിച്ചു കളഞ്ഞിട്ടാണ് സ്വർഗാരോഹണം ചെയ്തത്. ഇതെല്ലാവർക്കും പാഠമായിരിക്കേണ്ടതാണ്. അധികാരമുള്ളപ്പോൾ, സമ്പത്തുള്ളപ്പോൾ നാം ചെയ്യുന്ന പ്രവൃത്തിയെല്ലാം ഗുരുവായൂരപ്പനെ വേദനിപ്പിക്കുന്നതാവരുതേ എന്നുകൂടെ ഈ ഗുരുവായൂരിൻ്റെ മണ്ണിൽ നിന്ന് പറയാതെ പോയാൽ അത് ശരിയാവില്ല. അപ്പോൾ സാന്ദ്രാനന്ദാവബോധമായിരിക്കുന്ന ബ്രഹ്മസ്വരൂപം, വേദാന്തസാരമായിരിക്കുന്ന ഈ ഗുരുവായൂരപ്പൻ കണ്ണിന് വിഷയമായിരിക്കുന്നു. ഗുരുവായൂരപ്പനെ തൊഴുതു പ്രാർത്ഥിച്ചാൽ പോരാ, ഗുരുവായൂരപ്പൻ്റെ രൂപത്തെ ധ്യാനിക്കണം എന്നാണ് ശങ്കരാചാര്യ പറയണത്. ശ്രീപതി രൂപം അജസ്രം. നിരന്തരം ഗുരുവായൂരപ്പനെ ധ്യാനിക്കണം. ധ്യാനിക്കുന്നതിൻ്റെ ഗുണം, ധ്യാനം കൊണ്ട് ചിത്തം വിമലമാവുകയും ഏകാഗ്രമാവുകയും പുറത്തല്ല അകത്ത് താനായിരിക്കുന്നതാണ് സ്വരൂപമെന്ന് വെളിപ്പെടും. അതാണ് എല്ലാ ഉപാസനയുടെയും എല്ലാ ദേവതോപാസനയുടെയും പരമലക്ഷ്യമെന്ന് പറഞ്ഞുകൊണ്ട് സമയം വൈകാതെ ഞാൻ നിർത്തുകയാണ്. ശബ്ദവും കുറച്ച് കുറവാണ്.
അതുകൊണ്ടാണ് പറയേണ്ടതൊക്കെ പറഞ്ഞു, പറയേണ്ട പോലെ പറഞ്ഞു എന്ന് വിചാരിക്കുകയാണ്. എൻ്റെ എല്ലാ വാക്കുകളും എൻ്റെ ഗുരുവിൻ്റെ ശ്രീപാദാരവിന്ദങ്ങൾ സമർപ്പിക്കുന്നു. ഹര നമഃ പാർവതീ പതയേ, ഹര ഹര മഹാദേവ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ജയ ജാനകീകാന്ത സ്മരണം. ജയ ജയ രാമ രാമ. സദ്ഗുരുസ്വാമിന ജയ്. അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല. ശ്രീരാമജയം.